സാധന, സാധന. എന്താ ചേച്ചി? ഞങ്ങളുടെ അവിടേക്ക് ഈ ചടങ്ങിനെ 5 കരിക്കും 5 തേങ്ങയൊക്കെ വെക്കും. ഇവിടെ എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരാവോ? എനിക്കും കൃത്യമായിട്ട് അറിയില്ല. ഞാൻ ചേച്ചിയോട് ചോദിച്ചു വന്ന് പറഞ്ഞുതരാം. ശരി ചേച്ചി, തേങ്ങയും മറ്റു സാധനങ്ങളും ഒക്കെ അത്രയും മതിയോന്നൊന്ന് വന്ന് നോക്കുവോ? ഇന്നലെ വൈകുന്നേരം എല്ലാം പറഞ്ഞതല്ലേ സാധന, വീണ്ടും വീണ്ടും ചോദിക്കുന്നത് എന്തിനാ? അതെ ചേച്ചി, എന്നാലും ചേച്ചി ഒന്ന് വന്ന് നോക്കിയാ. സാരമില്ല ചേച്ചി, എല്ലാം ഞാൻ നോക്കിക്കോളാം. അപ്പു, നീ എങ്ങോട്ടാടാ പോകുന്നേ? ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ, കങ്കണ ശാസ്ത്രം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിന്നും പുറത്തു പോകാൻ പാടില്ല എന്നുള്ള കാര്യം. ഐ നോ മേമ, ഞാനൊന്ന് അർജന്റായി DGP ഒന്ന് മീറ്റ് ചെയ്യാൻ പോവാ. ആ ആർപിയുടെ പുറകിൽ ആരാണ്, അല്ല അവനെ ജയിലിൽ നിന്ന് റിലീസ് ചെയ്ത് ആരാന്നൊക്കെ എനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ മേമ. അപ്പു, ഇപ്പൊ അതാണോ ഇമ്പോർട്ടന്റ്? നമുക്ക് കല്യാണത്തിന്റെ ചടങ്ങുകളല്ലേ ഇമ്പോർട്ടന്റ്? നിന്റെ കല്യാണത്തിന് ഒരു വിഘ്നവും വരാതിരിക്കാൻ എല്ലാം സസൂക്ഷ്മം വേണം നടത്താൻ. ഇപ്പൊ നമുക്ക് ഇതാണ് ഇമ്പോർട്ടന്റ്. ഓക്കെ? യെസ് മേമ, ഐ നോ ദാറ്റ്സ് ഇമ്പോർട്ടന്റ്. ബട്ട് ഇതും എനിക്ക് ഇമ്പോർട്ടന്റ് തന്നെയാണ്. RP അത്ര പവർഫുൾ അല്ലായിരിക്കും, പക്ഷെ മേമയൊന്ന് ആലോചിച്ച് നോക്കിയേ, അവന്റെ മേൽ അത്രമേൽ കേസ് ഉണ്ടായിട്ടും ആരോ അവനെ പുറത്തിറക്കി അവൻ സമാധാനത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതങ്ങനെ എനിക്ക് വിട്ടുകളയാൻ പറ്റുമോ? ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് അപ്പു. പക്ഷെ നമ്മുടെ പൂർവികർ ഒരു ശാസ്ത്ര രീതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ രീതിയും അതിൻ്റെതായ അർത്ഥവും കാണില്ലേ? അത് നെഗ്ലക്ട് ചെയ്യാൻ കഴിയില്ല രാമ. ഇതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് നോക്കിയാ പോരെ? അല്ല മേമ, അവൻ അത്ര വലിയ ക്രിമിനൽ ആണെന്ന് അറിഞ്ഞിട്ട് മേമ എന്താ ഇങ്ങനൊക്കെ പറയുന്നത്? ഇല്ല മേമ, അറ്റ് എനി കോസ്റ്റ് RPക്ക് ആരാണ് ബെയില് കൊടുത്തതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. ഈ സത്യം നീ അറിയാൻ പോകുന്നില്ല. ഇതറിയാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല രാമ. ഇനി സമയമുണ്ടല്ലോ സിഹി, നീ എന്തിനാ ഇത്ര തിരക്ക് കാണിക്കുന്നേ? എന്നും വേഗം റെഡിയാവാൻ ഞാനോ നിന്നോട് പറയുന്നേ. ഇന്ന് കണ്ടോ നീയാ തിരക്ക് പിടിക്കുന്നേ. ദാ പിടിക്ക്. സീതമ്മ, തിരക്ക് ഉണ്ടായതുകൊണ്ടാ. സ്കൂൾ ബെല്ലടിക്കുന്നതിന് മുമ്പ് എനിക്ക് പ്രിൻസിപ്പാളിന് ലീവ് ലെറ്റർ കൊടുക്കാനുള്ളതാ. എല്ലാവർക്കും ഇൻവിറ്റേഷൻ കാർഡും കൊടുക്കാനുള്ളതാ. നീ മറന്നുപോയോ? ഓ ശരിയാണല്ലോ. മുത്തശ്ശ, 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 സ്കൂളിലേക്ക് ലേറ്റ് ആയി, പോകാം. ശരിയാക്കനെ, ഇങ്ങതാ. ശാന്തേ, ഞാനിവളെ സ്കൂളിലാക്കിയിട്ട് വരാം. ശരി ശരി. ബൈ മുത്തശ്ശി. ബൈ സീതമ്മ. അമ്മേ, ഇന്നവള് സ്കൂളിലേക്ക് പോയാലേ ഇനി പോകുന്നത് കല്യാണം കഴിഞ്ഞിട്ടായിരിക്കും. പക്ഷേ ഇന്ന് അവൾ ഇവിടുന്ന് സ്കൂളിലേക്ക് പോകുന്ന അവസാനത്തെ ദിവസമല്ലേ? ചേട്ടൻ എന്നും സിഹിയെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും ഒക്കെ ശീലമായതാ. ആ സമയത്ത് ഇവിടെ വേറെ ഒരു ജോലിയും ചെയ്യുമായിരുന്നില്ല. ഇനിയിപ്പൊ എന്ത് ചെയ്യൂ എന്തോ. സത്യം അമ്മേ, ഇനി ഞങ്ങള് രണ്ടുപേരും ഇവിടെ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ തമ്മിലുള്ള ബന്ധത്തില് ഒരു മാറ്റവും ഉണ്ടാവില്ല കേട്ടോ. അതൊക്കെ നീ എന്നോട് പറയണോ മോളെ? റാം വളരെ നല്ല ചെറുക്കനാ. എൻഗേജ്മെന്റിന്റെ അന്ന് തന്നെ കല്യാണം കഴിഞ്ഞാലും നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് അവൻ പറഞ്ഞിരുന്നു. പക്ഷെ ഈ അപ്പാർട്ട്മെന്റില് നിങ്ങളെ രണ്ടുപേരെ എന്നും കാണാൻ കഴിയില്ല. സിഹിയുടെ ആട്ടവും പാട്ടവും ഒന്നും കാണാൻ കഴിയില്ലല്ലോ എന്നുള്ള സങ്കടം എനിക്ക്. പക്ഷെ നീ കല്യാണം കഴിച്ച് നല്ലൊരു വീട്ടിലേക്കല്ലേ പോകുന്നത്? ആ സന്തോഷത്തിന്റെ മുമ്പില് ഈ വിഷമമൊന്നും ഒരു പ്രശ്നേയല്ല. അതറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ നീ പോകുന്നേ? ദാ നോക്ക്, ചടങ്ങുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. നിനക്കിപ്പൊ വീട്ടിൽ നിന്ന് പുറത്തു പോവാൻ പറ്റില്ല. അതെ രാമ, മേമ പറയുന്നത് കറക്റ്റ് അല്ലേ? നിനക്ക് വീട്ടിൽ നിന്നും പുറത്തു പോകാൻ കഴിയില്ല. ഇതെന്താ നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതെല്ലാം എത്ര പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നീയല്ലേ എനിക്ക് പറഞ്ഞത്. എന്നിട്ട് നീ എന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്? വാട്ട്സ് റോങ് യാർ? എടാ, മേമ പറഞ്ഞത് നീ കേട്ടതല്ലേ? കല്യാണം കഴിയുന്നത് വരെ നിനക്ക് വീട്ടിൽ നിന്നും പുറത്തു പോകാൻ കഴിയില്ല. പക്ഷേ ഇങ്ങോട്ട് ആർക്ക് വേണമെങ്കിലും വരാം, അല്ലേ മേമ? സോ DGP നേരിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്.
നീ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. ദാറ്റ്സ് വണ്ടർഫുൾ ഡാ. തിരക്കാണെന്നറിയാം. പഴയ സൗഹൃദത്തിന്റെ സ്വാതന്ത്ര്യം വെച്ചാ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടായില്ലല്ലോ. നിങ്ങൾക്കിത് ചെറിയൊരു കാര്യമായിട്ട് തോന്നും, പക്ഷെ ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യമാണ്. ആരാ? മാഡം, പേപ്പർ ബില്ല് മാഡം. പേപ്പർ ബില്ലോ? കഴിഞ്ഞ ആഴ്ച വന്നല്ലേ ഉള്ളൂ. അല്ലടാ, ഒരു മാസം എത്ര തവണയാ വരുന്നേ? കഴിഞ്ഞ ആഴ്ച വന്നില്ലേ, പിന്നെന്തിനാ ഇന്നും വന്നേ? പേപ്പർ ബില്ല് മാസത്തിലാണോ ആഴ്ചയിലാണോ? മാഡം, മാസത്തിൽ ഒരിക്കലേ ബില്ല് വരൂ. എന്താടാ, കഴിഞ്ഞ ആഴ്ച വന്നു ഇന്നും വന്നില്ലേ? എന്നെ പറ്റിക്കാൻ നോക്കുവാണോ? കഴിഞ്ഞ ആഴ്ച വന്നെങ്കിൽ ഇന്ന് ഞാൻ വരേണ്ട ആവശ്യം എന്താ മാഡം? നിങ്ങൾക്ക് ആള് മാറിയതാ? എനിക്ക് ആള് മാറിയതാണെന്നോ? എന്റെ കുട്ടിയെ പൈസ കൊടുത്ത. അമ്മേ, എന്താ ഇവിടെ പ്രശ്നം? എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നേ? കണ്ടില്ലേ മാഡം, കഴിഞ്ഞ ആഴ്ച ബില്ല് അടച്ചു എന്നൊക്കെയാ പറയുന്നേ. ഞാൻ വരുന്നത് തന്നെ ഇന്നാ. പ്രിയ, കഴിഞ്ഞ ആഴ്ച ഇവൻ വന്നിരുന്നു. അഞ്ജലിയെ പൈസ കൊടുത്ത്. ചോദിച്ചു നോക്കാം. അഞ്ജു, കഴിഞ്ഞ ആഴ്ച നീ പൈസ കൊടുത്തതല്ലേ? പേപ്പർ ബില്ല് മാഡം. പറയൂ. സർ, ഞാൻ പേ ചെയ്യാം. ജിപേ ഉണ്ടോ നിങ്ങൾക്ക്? ഓക്കെ മാഡം. നമ്പർ ഒന്ന് തരുമോ? ഈ നമ്പറാണോ? ചെയ്തിട്ടുണ്ട്. ഓക്കെ മാഡം. പ്രിയ, അപ്പൊ കഴിഞ്ഞ ആഴ്ച പേപ്പർ ബില്ലെന്നും പറഞ്ഞു വന്നത് രുദ്രപ്രതാപ. കണ്ടില്ലേ, രുദ്രപ്രതാപ് ഇവളുടെ അടുത്ത് രാമെന്ന് പറഞ്ഞു. എന്റെ അടുത്ത് രജനീകാന്ത് എന്നാ പറഞ്ഞേ. കഴിഞ്ഞ ആഴ്ച പേപ്പർ ബില്ലിന്റെ കാര്യം പറഞ്ഞ് വീട്ടിൽ വരെ വന്നു. അവനിനി ഏതൊക്കെ അവതാരം എടുക്കുമെന്ന് അറിയില്ലല്ലോ പ്രിയ. എടാ അനിയ, കല്യാണം നടക്കുന്ന വീട്ടിലേക്ക് ജോത്സ്യൻ സാധാരണ വരാറുണ്ട്. ഇതെന്താ പോലീസൊക്കെ വരുന്നുണ്ടല്ലോ? സത്യപരിശോധനയാ. നിന്നെ പരിശോധിക്കാൻ മാത്രം നീ എന്താണ് ചെയ്തത്? ഈ സത്യനല്ല. ഓ, ആ സത്യപരിശോധന. ആ രുദ്രപ്രതാപിനെ ജയിലിൽ നിന്ന് ഇറക്കിയത് ഒരു ലേഡിയാ. ഭാർഗവി മേമ, ഇനി ഒന്നും നടക്കില്ല. ലേഡിയോ? മിക്കവാറും ഈ ലേഡി തന്നെയായിരിക്കും ആ കേടി. ദിവസം ലീവ് വേണോ നിനക്ക്? പക്ഷെ സ്കൂളിപ്പോ സ്റ്റാർട്ടായതല്ലേ ഉള്ളൂ. ഇപ്പോഴേ ഇത്ര ലീവ് എടുത്തു കഴിഞ്ഞാ പിന്നെ നിനക്ക് ഇവിടെ എടുക്കുന്ന ഒരു ലെസനും മനസ്സിലാവില്ല. മാം, പക്ഷെ എനിക്ക് എന്തായാലും ലീവ് വേണം പ്ലീസ്. അയ്യോ, അമ്മയുടെ കല്യാണാണോ? അതെ മാം. എനിക്ക് ലീവ് തരില്ലേ മാം? എനിക്ക് എന്റെ അമ്മയുടെ കല്യാണം കാണണം മാം. എനിക്ക് കുറെ പ്രിപ്പറേഷൻ ഉണ്ട് മാം. എന്റെ അമ്മയുടെ കല്യാണത്തിന് ഞാൻ അവിടെ ഇല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല മാം. പ്ലീസ്. ഓക്കെ, പെർമിഷൻ ഗ്രാൻഡഡ്. താങ്ക് യു മാം.
യു. ഉറപ്പായിട്ടും വരും. മോള് അമ്മയോട് എന്റെ ഒരു കൺഗ്രാറ്റ്സ് പറയണേ. ഓക്കെ അല്ലേ? ഓക്കെ മാം. താങ്ക് യു മാം. ബൈ. ബൈ. എന്ന് വളരെ സ്നേഹപൂർവ്വം നിങ്ങളുടെ സിഹി. വാവ്, നിന്നെ പോലുള്ള കുട്ടികളെ ശരിക്കൊരു ഭാഗ്യ സിഹി. അമ്മയുടെ കല്യാണം എത്ര സന്തോഷത്തോടെ നടത്തുന്നേ. വെരി ഗുഡ്. കല്യാണത്തിന് ഉറപ്പായിട്ടും വരൂ കേട്ടോ. താങ്ക് യു മാം. യേ. മഞ്ജുള ആന്റി, ഓ, എന്റെ അമ്മയുടെ കല്യാണം ഉണ്ട്. നിങ്ങൾ എന്തായാലും വരണം കേട്ടോ. എനിക്ക് തരുന്ന എന്തിനാ മോളെ? എന്താ ആന്റി, തരാൻ പാടില്ലേ? മോള് വിളിച്ചപ്പോ വലിയ സന്തോഷമായി എനിക്ക്. എല്ലാം നന്നായി നടക്കട്ടെ. താങ്ക് യു ആന്റി. മിസ്സാക്കാതെ വരണം കേട്ടോ. ആരാത്? അയാളെ അവള് ജയിലിൽ നിന്ന് ഇറക്കിയത് എന്തിനാ? ഒരു ശശികല ദേശായിയാണ്. ശശികല ദേശായിയോ? അവരെന്താ നിങ്ങളുടെ ആരെങ്കിലും ആണോ? അല്ല, ശശികല എന്ന പേരിലൊരാള് ഞങ്ങളുടെ ബന്ധത്തിലില്ല. ചിലപ്പോ ദേശായി എന്ന സർനെയിം ഉണ്ടല്ലോ, ആ കാരണം കൊണ്ട് ഈ വീട്ടിലെ ആളാന്ന് കരുതിയതായിരിക്കും. ഇതെന്താ ഇത്? പാർത്ഥിവ മേമയുടെ പേര് പറയുമെന്ന് കരുതിയപ്പോൾ ശശികല ദേശായിന്ന് വേറെ ആരുടെ പേര് പറയുന്നു? സാർ, അവർ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ അവർ എന്തിനാണ് അവനെ പുറത്തിറക്കിയതെന്ന് അറിയാൻ സാധിക്കുമോ? ഓക്കേടാ, ഞാൻ ഡീറ്റെയിൽസ് അന്വേഷിക്കട്ടെ. അതൊന്ന് അന്വേഷിച്ച് ഞങ്ങളെ അറിയിച്ചാ അത് വലിയ ഉപകാരമായിരിക്കും. ആയിക്കോട്ടെ, ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. എന്നാ കല്യാണ കാര്യങ്ങൾ നടക്കട്ടെ. കല്യാണത്തിന് എന്തെങ്കിലും പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ അതും ഏർപ്പാടാക്കി തരാം. താങ്ക് യു. എൻ്റെ കൊച്ചുമോൻ്റെ കല്യാണത്തിന് സാറ് വരാതിരിക്കരുത്. തീർച്ചയായിട്ടും. വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് ഓക്കെ. ശരി, അപ്പോൾ വരട്ടെ മോളെ. Two 8s are 16. 2 8s are 16. 2 9s are 18. 2 9s are 18. 2 10s are 20. 2 10s are 20. നാളെ എല്ലാവരും ഇത് 2 ടൈംസ് എഴുതിയിട്ട് വരണം കേട്ടോ. ഓക്കേ മാം. ഓക്കേ മാം. താങ്ക് യു. മാം, ഒരു മിനിറ്റ്. മാം, ഞാൻ നാളെ തൊട്ട് 10 ഡേയ്സ് സ്കൂളിലേക്ക് വരില്ല. എന്റെ സീതമ്മയുടെ കല്യാണാ. നിങ്ങൾ എന്തായാലും വരണേ. ഓക്കെ മോളെ, തീർച്ചയായിട്ടും വരും. ഹാപ്പി മാരീഡ് ലൈഫ് ടു യുവർ മദർ ആൻഡ് ഹാപ്പി ലൈഫ് ടു യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ഫ്രണ്ട്, ഇത്രയും ദിവസം നിങ്ങൾ എന്റെ അച്ഛൻ ആരാന്നൊക്കെ ചോദിക്കാറില്ലായിരുന്നോ? നിങ്ങൾ എല്ലാരും എന്റെ സീതമ്മയുടെ കല്യാണത്തിന് വരണേ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്റെ അച്ഛൻ ആരാണെന്ന്. പ്ലീസ് ഫ്രണ്ട്സ്, നിങ്ങൾ എല്ലാരും വരണേ എന്റെ സീതമ്മയുടെ കല്യാണത്തിന്. താങ്ക് യു സോ മച്ച് ഫ്രണ്ട്സ്. താങ്ക് യു സോ മച്ച്. ആരാ ഈ ശശികല ദേശായി? എനിക്കൊന്നും മനസ്സിലാവുന്നേയില്ല. അത്ര വലിയ ക്രിമിനലിനെ ബെയിൽ വാങ്ങി ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഇവളപ്പോ എത്ര വലിയ ക്രിമിനലായിരിക്കും? അല്ലല്ലല്ലല്ല. അനിയ, എനിക്ക് തോന്നുന്നതേ ആ പെണ്ണിന് രുദ്രപ്രതാപിനോട് എന്തോ വലിയ ദേഷ്യമുണ്ടെന്നാ. എന്താണെന്നോ, ആ ലോയർ ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം വെച്ച് കളിച്ചതല്ലേ, അതുപോലെ ഇവളുടെ ജീവിതത്തിലും കളിച്ചു കാണും. അതുകൊണ്ട് ഇവൾക്ക് അവനോടുള്ള പക തീർക്കാൻ വേണ്ടി ഈ ചിന്താമണി കൊലക്കേസിലെ പോലെ ഇറക്കിയതാ.
റിലാക്സ് അപ്പു. ആരെന്തൊക്കെ ചെയ്താലും ശക്തിയുള്ളവര് രക്ഷപ്പെടുമെന്നാ പറയാം. അതാണ് സത്യം. എന്താണ് സത്യം എന്നൊക്കെ കാലം ഡിസൈഡ് ചെയ്യും മേമ. കാലം തന്നെ അതൊക്കെ നോക്കിക്കോളൂ. ആ രുദ്രപ്രതാപന്റെ പുറകിൽ നിന്ന് കളിക്കുന്നത് ആരാണെന്ന് ഇന്നറിയുമെന്ന് ഞാൻ വിചാരിച്ചത്. രാമ, ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കും. ഇന്ന് വെളിച്ചമുള്ളെടുത്ത് അല്പം കഴിഞ്ഞ ഇരുട്ട് വീഴും. ഇരുട്ടുള്ളെടുത്ത് വെളിച്ചം എന്തായാലും വരും. അതുപോലെ സത്യം എത്ര ഇരുട്ടിലാണെങ്കിലും വെളിച്ചം എന്തായാലും വരുമെന്ന് നീ മനസ്സിലാക്കിക്കോ. മഹിസാറിന് കൊടുത്തു, മഞ്ജുളാൻഡിക്ക് കൊടുത്തു, ബഹൻ സാറിനും കൊടുത്തിരുന്നു. എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു ശ്രേയസ്. ആണോ? എന്നിട്ട് ഇനി അതിൽ ഒന്നും കൂടി ഉണ്ടല്ലോ, അതാർക്കാ? ഇത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ശ്രേയസിന്. താങ്ക് യു സിഹി. നീ മറക്കാതെ വരണം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഈ ഫ്രണ്ട്ഷിപ്പ് തന്നെ കട്ട് ചെയ്ത് കളയും. ഓക്കേ സിഹി, ഞാൻ ഉറപ്പായിട്ടും വരും. വാ പോവാം. എനിക്കിനി തടസ്സങ്ങളൊന്നുമില്ലല്ലോ. ഐ മീൻ, നിങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിരുന്നെങ്കിൽ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ നടത്താമായിരുന്നു. ഓ, മറന്നുപോയി. കല്യാണത്തിന്റെ കാര്യം വരുമ്പോ ഞാനും അശോകും ഒറ്റ ടീമാ. ഈ കല്യാണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ ഞങ്ങളെ സമ്മതിക്കില്ല, അല്ലേ അശോക്? ഉറപ്പായും മേമ. അപ്പോ നീയും അതെ. ഈ ശശികല, ദേശായി, രുദ്രപ്രതാപ് ഇവരെയൊക്കെ ഒന്ന് ആലോചിക്കുന്നത് വിട്ടിട്ട് നീ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കാൻ നോക്ക്. ഏതോ ഒരു ശശികല ദേശായിയെ കുറിച്ച് ആലോചിക്കുന്നത് മാറ്റിവെച്ച് നിങ്ങള് സീതയെ എങ്ങനെയാണ് ദേശായി കുടുംബത്തിലേക്ക് മരുമകളായി കൊണ്ടുവരുന്നതിനെ കുറിച്ച് ആലോചിക്കേ. ഓക്കെ? യാ മേമ. എല്ലാ സാധനങ്ങളും എത്തിയിട്ടുണ്ടല്ലോ. ഇത് കൊണ്ടുപോയി ഗേറ്റിന് അടുത്ത് വെക്ക്. റോഡിൽ നിന്നേ കാണണം. ആ, മെയിൻ ഗേറ്റിന്റെ അവിടെ എന്തിനാ അത് വെക്കുന്നത്? അത് വെക്കേണ്ട അവിടെയല്ല, ഇവിടെയാ, ബോർഡിനടുത്ത്. അപ്പൊ എന്ത് ഭംഗിയുണ്ടാവും അറിയോ? ഏയ് സിഹി, നീ ചെറിയ കുട്ടിയാ. നീ ഇവിടെ നിന്നാ മതി. ഞങ്ങൾ മുതിർന്നവരുണ്ട്, ഞങ്ങൾ നോക്കിക്കോളാം കേട്ടോ. മുത്തശ്ശ, അത് അവിടെ വെച്ച് കഴിഞ്ഞാൽ എന്ത് ഭംഗിയായിരിക്കും അല്ലേ? പ്ലീസ് സീതമ്മ, എണ്ണ കുളിക്ക് തയ്യാറായോന്ന് ഞാൻ നോക്കിട്ട് ഇപ്പൊ തന്നെ വരാം. നീ പോയി നോക്കിട്ടോ. നീ അങ്ങോട്ട് ചെന്നില്ലെങ്കിലേ ഒരു ജോലിയും മുന്നോട്ട് പോയില്ല. ആ ശരി. ഈ വിരളിന്റെ മുഴുപ്പേ ഉള്ളൂ, എന്നാലും എല്ലാ കാര്യത്തിലും കയറി തലയിട്ടോളൂ. അതിലെന്താ തെറ്റ്? അവരുടെ അമ്മയുടെ കല്യാണോ? ഇത്രയും ചെറിയ പ്രായത്തിലെല്ലാം മനസ്സിലാക്കി മുന്നിൽ നിന്ന് കല്യാണം നടത്തുന്നില്ലേ? എന്താ അത് വലിയ കാര്യമല്ലേ? നിങ്ങൾക്ക് അവളാണല്ലോ വലുത്. ഏയ്, ഒന്ന് അനങ്ങി പണിയെടുക്കാൻ നോക്ക്. ഒന്ന് പെട്ടെന്ന് ആട്രാ. ഇത് നിങ്ങൾ വേഗം ചെയ്ത് തീർക്കുവോ അതോ എനിക്ക് വെറുതെ പണി ഉണ്ടാക്കുവോ? സുഖിയനി സുഖിയനി ശ്രീനിവാസകേ, സുഖിയനി സുഖിയനി പത്മാവസികേ, സുഖിയനി സുഖിയനി ശ്രീനിവാസകേ, സുഖിയനി സുഖിയനി പത്മാവസികേ, സുഖിയനി സുഖിയനി പത്മാവസികേ. സുഖിയനി ശ്രീനിവാസകേ.
കല്യാണ ദിവസം അടുത്ത് വരുമ്പോ നമ്മുടെ സീതയുടെ മുഖം തിളങ്ങി വരുന്നുണ്ടല്ലേ? പെൺകുട്ടികളൊക്കെ അങ്ങനെയാ. കല്യാണം ഒന്ന് കഴിയട്ടെ, അവരൊന്നും കൂടി ഒന്ന് മിനുങ്ങും. അല്ല പിന്നെ സീതമ്മയെന്ന് നീയെന്ന് അവളെ ഒന്ന് വിളിച്ചു നോക്ക്. നാണം കൊണ്ട് അവളുടെ കവിളൊക്കെ ചുവന്ന് തുടുക്കും. അല്ലേ സീത? ഒന്ന് പോ ചേച്ചി, നിങ്ങൾ ഇങ്ങനെ പറയുന്ന കേട്ടിട്ട് തന്നെ എനിക്ക് നാണം വരുന്നുണ്ട്. ഇവിടുത്തെ ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. ചെറുക്കന്റെ വീട്ടിലെ അവസ്ഥ എന്താണാവോ? അവരും ചടങ്ങൊക്കെ നടത്തുന്നുണ്ടാവും. സീതെ എന്നാ കാണുന്നെന്ന് കരുതി കാത്തിരിക്കായിരിക്കും അവര്. സീതമ്മ, എന്റെ കല്യാണത്തിന് ഇനി എത്ര ദിവസമുണ്ട്? നാളെ കഴിഞ്ഞ അടുത്ത ദിവസം സീതയുടെ കല്യാണമാ. നാളെ കഴിഞ്ഞ് നാളെ ആയ സീതമ്മയുടെ കല്യാണം. ശരി സീതെ, നീ കുളിക്കാൻ ചെല്ല്. സീതമ്മ, ഒരു മിനിറ്റ്, ഞാൻ ഒരേ ഒരു ഫോട്ടോ മാത്രം എടുക്കട്ടെ. മുഖത്തൊക്കെ എണ്ണയാടി മോളെ, ഇപ്പൊ എന്തിനാ ഇതൊക്കെ? സീതമ്മ, നീ മിണ്ടാതിരിക്ക്. നിന്നെ കാണാൻ ഇപ്പൊ നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. സ്മൈൽ പ്ലീസ് സീതമ്മ. ഫ്രണ്ട്, കല്യാണ പെണ്ണ് എണ്ണ കുളിക്ക് റെഡിയാ. നീ റെഡിയാണോ?